ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു ഹെൽത്തി ചമ്മന്തിയാണ്. മുടക്കത്താൻ ചീര ചമ്മന്തി. ഇത് നല്ല ടേസ്റ്റും നല്ല ന്യൂട്രീഷ്യൽ ലെവൽ കൊണ്ടതുമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. വരൂ വീഡിയോയിലേക്ക് പോകാം. മുടക്കത്താൻ ചീര ചമ്മന്തി അല്ലെങ്കിൽ തൊക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പിടി മുടക്കത്താൻ ചീര നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഒരു 7-8 വറ്റൽമുളക് എടുത്ത് വച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉഴുന്ന്, വെള്ള ഉഴുന്ന്, ഒരു 4-5 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ നെല്ലിക്കയുടെ അത്രയും പുളി, ഇത്രയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഒരു കടായി ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ കാഞ്ഞിട്ട് ആദ്യം നമുക്ക് ഉഴുന്നിട്ടിട്ട് വറുത്തെടുക്കാം. ഉഴുന്നിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് ചുവന്നിട്ട് നമുക്ക് കോരി എടുത്തിട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് വറുക്കാം. ഉഴുന്ന് ചുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഉഴുന്ന് ചുവന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പുളി എല്ലാം കൂടിയിട്ട് ഒന്ന് ആട്ടിയെടുക്കാം. ഇതിന് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം. എരിവ് അവരവരുടെ ആവശ്യാനുസരിച്ച്, ചീരയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എരിവിടാം. ഇതിപ്പോൾ വഴങ്ങി തുടങ്ങി. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചീര കൂടെ ഇടാം. ചീരയിട്ട് നല്ലതുപോലെ വസിച്ചെടുക്കാം. മുടക്കത്താൻ ചീര നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ വളരുന്ന ഒരു കൊടിയാണ്. ഇത് കൊടി ടൈപ്പുള്ള ചെടിയാണ്. അപ്പോൾ ഇത് നമുക്ക് അറിയാതിരിക്കാം. ഇനി മേലെ നമുക്കിത് ഇങ്ങനെ വെറുതെ കളയണ്ട. ഇത് വളരെ ഗുണമേന്മ ഉള്ളതുകൊണ്ട് നമുക്ക് മുട്ടുവേദന, സന്ധിവേദന, ഫെർട്ടിലിറ്റി കംപ്ലൈൻറ്റ്സ് ഇതിനൊക്കെ നല്ല ഒരു മെഡിസിനാണ്. കഫത്തിനും ഇത് വളരെ നല്ലതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മലയാളത്തിൽ പേര് ജ്യോതിഷ്മതി എന്ന് തന്നെയാണ്. ഇതിൻ്റെ മലയാളത്തിൽ വേറെ പേരുണ്ടെങ്കിൽ അറിയാമെന്നുള്ളവർ എനിക്ക് അയച്ചു തരിക പ്ലീസ്. നമുക്ക് നല്ലതുപോലെ വസങ്ങി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് വസക്കാം. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ വസങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്തിട്ട് അരയ്ക്കാം. നമ്മുടെ കൂട്ട് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് വറ്റൽമുളകും വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം വെച്ച് ഒരു ക്രഷ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ചീര ചേർത്ത് അടിക്കാം. വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീര ചേർത്ത് അടിക്കാം. ചീര ചേർത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കണ്ട. ആ ചീരയുടെ വെള്ളമയം കൊണ്ട് അത് അരയും. നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ചീരയിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടാം. അതിനുശേഷം നമുക്ക് ഈ വറുത്ത് വെച്ച ഉഴുന്നും കൂടിയിട്ട് അരച്ചെടുക്കാം. നമ്മുടെ മുടക്കത്താൻ കീര തൊക്ക് അല്ലെങ്കിൽ മുടക്കത്താൻ കീര ചമ്മന്തി റെഡിയായി. ഇത് നമുക്ക് ഇനി പാത്രത്തിലേക്കാക്കി വിളമ്പാം. മുടക്കത്താൻ ചീര ചമ്മന്തി റെഡിയായി. ഇത് വളരെ ടേസ്റ്റും ഗുണമേന്മ ഉള്ളതുമാണ്. ഇത് അരച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 4-5 ദിവസം വരെ കേടുകൂടാതിരിക്കും. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വറുത്ത് അരച്ചതുകൊണ്ട് ഒന്നും ചെയ്യില്ല. ഇത് ചോറിൻ്റെ കൂടെ, ദോശ, ഇഡ്ഡലി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.